ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ജയശ്രീ ഹരീഷ് കോന്നി. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ ശ്രീകൃഷ്ണ ഭക്തയായ ഭക്തമീരയുടെ കഥയാണ്. ഈ ഭക്തമീര മുജ്ജന്മത്തിൽ ആരായിരുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ പോകുന്നത്. ഭക്തമീരയുടെ കഥ തുടങ്ങേണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഗോലോകത്തു നിന്നാണ്. ആ ഗോലോകത്താണ് ശ്രീകൃഷ്ണൻ വിരാജിക്കുന്നത്. ഇവിടെ ഗോലോകത്തു വെച്ച് രാധാറാണി കൃഷ്ണനോട് പറയുകയാണ്, നോക്കൂ കൃഷ്ണ, ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. സത്യത്തിൽ കൃഷ്ണ, വൃന്ദാവനത്തിൽ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല കണ്ണ. ഞാൻ അങ്ങയോടൊരു കാര്യം പറയട്ടെ. വൃന്ദാവനത്തില് എൻ്റെ പ്രണയം തുടങ്ങിയത് ഒരു കാമുകീഭാവത്തിലായിരുന്നു. ജീവിതത്തിൻ്റെ നല്ലൊരു സമയവും ഞാൻ അവിടെ ഈ ഭാവത്തിൽ ചിലവഴിച്ചു. എന്നാൽ ഇന്നെനിക്കൊരാഗ്രഹം, വീണ്ടും ഭൂമിയിലേക്ക് പോകണം കണ്ണ. എനിക്ക് ഭൂമിയിൽ ചെന്നിട്ട് വീണ്ടും പ്രണയം ആസ്വദിക്കണം. അതൊരിക്കലും കാമുകീഭാവത്തിലായിരിക്കരുത്. ഒരു ഭർത്താവിൻ്റെ ഭാവത്തിൽ ആസ്വദിക്കുവാനുള്ള ആ കഴിവ് എനിക്ക് നൽകണം. ഇത് കേട്ട് കണ്ണൻ പറഞ്ഞു, ദേവിയുടെ ആഗ്രഹം അതിര് കടന്നു പോയല്ലോ രാധേ. ചെറുപ്രായത്തിൽ എങ്ങനെയാണ് ഒരു ഭർത്താവിൻ്റെ ഭാവത്തിൽ ജീവിക്കേണ്ടത്? ചെറുപ്രായം ഒരു കാമുകിയുടെ ഭാവമല്ലേ വേണ്ടത്? ദേവി പറഞ്ഞു, കണ്ണാ, ഞാൻ ആ ഭാവം വേണ്ടുവോളം ആസ്വദിച്ചു കഴിഞ്ഞു. ഇനിയും എനിക്ക് വേണ്ടത് ചെറുതിലേ തൊട്ട് ഭർത്താവിൻ്റെ ഭാവം ആസ്വദിക്കണം. അതാണ് എനിക്ക് വേണ്ടത്. ഭഗവാൻ കൃഷ്ണൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, ദേവിയുടെ മനസ്സിലെ ആഗ്രഹം ഞാൻ അറിയുന്നു രാധേ. നോക്കൂ രാധേ, നീ കാമുകിയുടെ മൂർത്തിമത് രൂപമായി നീ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നീ ഇല്ലെങ്കിൽ രാധേ ഇവിടെ കാമുകീഭാവമില്ലല്ലോ. നീ ഇല്ലായെങ്കിൽ ഞാൻ ഒന്നുമല്ല രാധേ. ഇപ്പോൾ നീ ആകട്ടെ പ്രണയത്തിൻ്റെ മറ്റൊരു ഭാവമായ ഭാര്യാഭർത്തൃബന്ധത്തെ നീ ആഗ്രഹിക്കുന്നു. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് ഭഗവാൻ ആ രാധയെ അനുഗ്രഹിച്ചു. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ പൂർണ്ണ അവതാരമായിരിക്കുകയില്ല, അംശ അവതാരമായിട്ടേ നീ ജനിക്കുകയുള്ളൂ. കാരണം നിന്നെ പിരിഞ്ഞു ജീവിക്കാൻ എനിക്ക് സാധിക്കുകയില്ല രാധേ. എൻ്റെ സാന്നിധ്യം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക. രാജസ്ഥാനിൽ ഒരു വൈഷ്ണവ വംശമുണ്ട്. അവർ വിഷ്ണുവിനെയാണ് ആരാധിക്കുന്നത്. അവിടെ മേവർ രാജവംശത്തിൽ ജനിച്ച അവിടുത്തെ രാജാവായിരിക്കുന്ന രാവുദൂദാജിക്ക് 2 മക്കളുണ്ട്. അതിൽ മൂത്തയാളാണ് റാണ രത്തൻ സിംഗ്, രണ്ടാമത്തെയാളാണ് വീരഭാജി. അതിൽ മൂത്തയാളുടെ രത്തൻ സിംഗിൻ്റെ മകളായി നീ ജനിക്കും. അവിടെ നിന്നെ ആരാധിക്കുന്ന ഒരു ഭക്തയുമുണ്ട്. അവളുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ രാധേ. ആ പുണ്യവതിയുടെ പേരാണ് വീർകുമാരി. അങ്ങനെ അവരുടെ മകളായിട്ട്
രാജസ്ഥാനിൽ കുഡ്ഗി ഗ്രാമത്തിൽ നീ ജനിക്കാൻ പോകുന്നു. അവിടെ നിന്റെ പേര് രാധയെന്നല്ല മീര എന്നായിരിക്കും. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം മീരയെ ജനങ്ങൾ ആരാധിക്കും. എങ്ങനെയാണോ വൃന്ദാവനത്തിൽ നീ കാമുകീഭാവത്തിലൂടെ പ്രണയം ജനങ്ങൾ നിന്നെ സ്വീകരിച്ചത്, അതുപോലെ തന്നെ ഇവിടെ ഭർത്തൃഭാവത്തിലുള്ള നിന്റെ പ്രണയം ജനങ്ങൾ സ്വീകരിക്കും. എന്നാൽ നീ വൃന്ദാവനത്തിൽ വെച്ച് രാധയായി ഇരുന്നപ്പോൾ എഴുതിയ നിരവധി സ്തുതികളുണ്ട്. അതൊന്നും അധികം ആരും അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് രാധയെ, നീ മീരയായി ജന്മം കൊള്ളുമ്പോൾ എന്നെ സ്തുതിച്ചുകൊണ്ടെഴുതുന്ന കൃതികൾ പ്രശസ്തമായി തീരും. അങ്ങനെ ഭഗവാൻ രാധയ്ക്ക് അനുഗ്രഹം കൊടുത്തു. രാജസ്ഥാനിലെ വീർ കുമാരിയുടെയും രത്തൻ സിംഗിന്റെയും മകളായി 1498 മീര ജനിച്ചു. 1545 മീര മരണപ്പെടുകയും ചെയ്തു. വീർകുമാരി അങ്ങനെ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. മീര എന്നവർ നാമകരണം ചെയ്തു. ഈ മീര എല്ലാവരുടെയും മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മീര വളരാൻ തുടങ്ങി. ആ സമയം പ്രായം 3 വയസ്സ് മീരയ്ക്ക്. ഒരു ദിവസം സ്വപ്നത്തിൽ കൂടി മീര കാണുകയാണ് ഈ വൃന്ദാവനത്തെയും ഗോക്കളെയും സുധാമാവിനെയും ഗോവർദ്ധന പർവ്വതത്തെയും. അവരുടെ നടുക്ക് ഭഗവാൻ ഇരിക്കുന്നതായിട്ട്. ആ ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്നത് കണ്ണാ എന്നല്ലായിരുന്നു, ഗോവിന്ദ എന്നായിരുന്നു. ഗോവിന്ദ എന്ന് ഉറക്കത്തിൽ വിളിച്ചുകൊണ്ട് ഇരുന്നു. ആ സമയത്ത് മീരയുടെ മാതാവ് കണ്ണുകൾ തുറന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ആ വീട്ടിൽ ആരും ഇങ്ങനെയൊരു നാമം ഉച്ചരിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് ഇവൾക്ക് ഈ നാമം കിട്ടി? അവരെല്ലാവരും ജപിച്ചിരുന്ന നാമം നാരായണ എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അതിശയം തോന്നി. പിറ്റേ ദിവസം രാവിലെ മീരയുടെ അമ്മ തൻ്റെ ഭർത്താവിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മീര ഇങ്ങനെ ഗോവിന്ദ എന്ന് വിളിച്ച് സ്വപ്നം കണ്ടു. അപ്പൊ എന്തുകൊണ്ടാണ് ഗോവിന്ദ എന്ന് വിളിച്ചതെന്ന് ചോദിച്ചാൽ, ഗോവിന്ദ നാമം കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നാരായണ നാമം എന്നാൽ കൃഷ്ണനും മഹാവിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഗോവിന്ദ എന്ന് മീര വിളിച്ചത്. അപ്പൊ ഗോവിന്ദ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണനെ, ഗോക്കളെയും വൃന്ദാവനത്തെയും രാധയെയും ഒക്കെ ഓർമ്മ വരും. അതിനാണ് മീര ഗോവിന്ദ എന്ന് വിളിച്ചത്. അപ്പൊ മീരയുടെ മാതാപിതാക്കള് ചെറുപ്പത്തിൽ തന്നെ നാരായണ പ്രേമം അവളിൽ വളർത്തിയിരുന്നു. അതോടൊപ്പം അവിടെ കൃഷ്ണന്റെ പ്രതിമ ഉണ്ടായിരുന്നു. എന്നും ആ പ്രതിമയുടെ മുന്നിൽ നിന്ന് മീര പ്രാർത്ഥിക്കുമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ സംഗീതവും നൃത്തവും ഒക്കെ അഭ്യസിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം മീരയുടെ മുടി ഇങ്ങനെ ചീകിക്കൊണ്ട് അമ്മ ഇരിക്കുകയാണ്. ആ സമയത്ത് വലിയ ഒരു ഘോഷയാത്ര റോഡിൽ കൂടി നടക്കുന്നത് കണ്ടു. മകൾ അമ്മയോട് ചോദിച്ചു, എന്താ അമ്മേ ഈ റോഡിൽ കൂടി ഇത്രയധികം ആളുകൾ പോകുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഒരു വരനെ എല്ലാവരും കൂടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകുകയാണ് മോളെ. ഉടനെ മീര ചോദിച്ചു, അമ്മേ എൻ്റെ വരൻ ആരാണ്? അമ്മയ്ക്ക് അത് കേട്ടിട്ട് ഉടനെ തക്കതായ മറുപടി കൊടുക്കാൻ സാധിച്ചില്ല.
എന്നാൽ കൃഷ്ണൻ ഗോലോകത്ത് വെച്ച് രാധയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു. വളരെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തന്നെ ഭർത്താവിനോടുള്ള പ്രണയം വളരുമെന്ന്. അതാണിവിടെ മീരയ്ക്ക് സംഭവിച്ചത്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണന്റെ പ്രേരണയാൽ മീരയുടെ അമ്മ അവിടെ ഇരിക്കുന്ന കൃഷ്ണപ്രതിമയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ഇരിക്കുന്ന കൃഷ്ണനാണ് നിന്റെ ഭർത്താവായി വരുന്നത്. അപ്പോൾ മീര പറഞ്ഞു, അമ്മേ, അന്ന് രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടത് ഗോവിന്ദ എന്ന് വിളിച്ചില്ലേ, ഈ ആള് തന്നെയായിരുന്നു. മീരയുടെ അമ്മ വലിയ രാധാഭക്തിയാണ്. അവരുടനെ എന്തു ചെയ്തു? തൻ്റെ മകളെ എടുത്ത് ചുംബിച്ചു. എന്നിട്ട് അമ്മയോട് മകൾ പറഞ്ഞു, അമ്മേ, എനിക്കും ഒരു മാല വേണം. അമ്മ ചോദിച്ചു, എന്തിനാ ഇപ്പോൾ മാല? അപ്പം മീര പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ. അമ്മ പറഞ്ഞു, നീ കൊച്ചുകുട്ടിയല്ലേ, ആ സമയമാകുമ്പോൾ നിന്നെ കല്യാണം കഴിപ്പിക്കാം. അത് പോരാ, എനിക്കിപ്പോൾ തന്നെ മാല വേണം. ഷഡ്യം പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞു, തൻ്റെ പിതാവിനോട് ചെന്ന് പറയൂ. അങ്ങനെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പിതാവിൻ്റെ മടിയിൽ കയറി ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛാ, എനിക്കൊരു പൂമാല വേണം. അച്ഛൻ ചോദിച്ചു, എന്തിനാണ് പൂമാല? അപ്പോൾ പറഞ്ഞു, എൻ്റെ കല്യാണമായി. കൊച്ചുകുട്ടി പറഞ്ഞപ്പോൾ അച്ഛൻ അത് കേട്ട് അതിശയിച്ചു. ഉടനെ പിതാവ് ചോദിച്ചു, ആരാണ് വരന്? ഉടനെ മകള് പറഞ്ഞു, തൻ്റെ അമ്മ നമ്മുടെ വീട്ടിലിരിക്കുന്ന പ്രതിമയുണ്ടല്ലോ അച്ഛാ, ആ പ്രതിമയാണ് എൻ്റെ ഭർത്താവെന്ന് അമ്മ പറഞ്ഞു. ആ കൃഷ്ണനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അദ്ദേഹം ഉടനെ പൊട്ടിച്ചിരിച്ചു. മീര എന്ത് പറഞ്ഞാലും ആ അച്ഛൻ സാധിച്ചു കൊടുക്കും. ഉടനെ അച്ഛൻ തൻ്റെ വൃദ്ധന്മാരോട് പറഞ്ഞു, എൻ്റെ മോൾക്ക് ഏറ്റവും നല്ല ഒരു പൂമാല കൊണ്ടു കൊടുക്കണം. അങ്ങനെ പൂമാല കൊണ്ടുവന്ന് മീരയുടെ കയ്യിൽ കൊടുത്തു. മീര ആ ഭഗവാന്റെ പ്രതിമയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈ നിമിഷം മുതൽ നീ എൻ്റെ ഭർത്താവാണ്. നിന്നെ അല്ലാതെ മറ്റു പുരുഷനെക്കുറിച്ചും ഞാൻ ചിന്തിക്കുകയില്ല. നീ മാത്രമാണ് എൻ്റെ മനസ്സിൽ. 5 വയസ്സുള്ള കുഞ്ഞാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് എന്നിൽ നീ പ്രണയം നിറയ്ക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പൂമാല ഭഗവാന്റെ പ്രതിമയിൽ കൊണ്ടുവന്ന് ചാർത്തുന്നത്. അപ്പോൾ മീര പറയുകയാണ് അമ്മയോട്, അമ്മേ, ഈ പ്രതിമയിലേക്കൊന്ന് നോക്കൂ, കൃഷ്ണൻ ചിരിക്കുന്നത് കണ്ടോ? അമ്മയ്ക്ക് അതിശയം തോന്നി. വൈകുന്നേരമായപ്പോൾ മീരയുടെ അച്ഛന് വന്നു. മീരയെ കഴിക്കാൻ വിളിച്ചു. മീര പറഞ്ഞു, എൻ്റെ ഭർത്താവിന് കൊടുക്കാതെ ഞാൻ കഴിക്കുകയില്ല. അങ്ങനെ ആ പ്രതിമ എടുത്തുകൊണ്ട് മീര തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ, നീ കഴിക്കുക, നീ കഴിക്കാതെ ഞാൻ കഴിക്കുകയില്ല കൃഷ്ണ. അതിശയമെന്ന് പറയട്ടെ, ഒരു ലഡ്ഡുവാണ് കഴിക്കാൻ കൊടുത്തത്. ആ ലഡ്ഡുവിൻ്റെ മുകൾ ഭാഗം നടന്നു പോയി. അവിടെയെല്ലാം നോക്കി, അതിൻ്റെ ഒരു തരി പോലും കാണാൻ സാധിച്ചില്ല. രത്തൻ സിംഗിന് അതിശയം തോന്നി. അദ്ദേഹം താഴെ വല്ലതും വീണ് കിടപ്പുണ്ടോയെന്ന് തെരഞ്ഞു. അവിടെ എങ്ങും ഒരു പൊടി പോലും കാണാനില്ലായിരുന്നു.
അപ്പോൾ അമ്മ പറഞ്ഞു, മകളെ, നിന്റെ ഭർത്താവ് കഴിച്ചു കഴിഞ്ഞു, ഇനിയും മോള് കഴിച്ചുകൊള്ളുക. അങ്ങനെയാണ് മീര ആഹാരം കഴിച്ചത്. അതിനുശേഷം ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഈ പ്രതിമയും കൊണ്ടുപോയാണ് ഉറങ്ങുന്നത്. രാവിലെ എണീറ്റ് വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ പ്രതിമയെ കുളിപ്പിച്ച് അതിന് വസ്ത്രം ധരിപ്പിച്ച് അതിന് ചന്ദനക്കുറിയൊക്കെ ചാർത്തി അതിന് ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ മീര ആഹാരം കഴിച്ചിരുന്നുള്ളൂ. ചില സമയത്ത് ആ പ്രതിമയിൽ നോക്കുമ്പോൾ കണ്ണൻ വിഷമിച്ചിരിക്കുന്നതായി തോന്നിയാൽ മീര പൊട്ടിക്കരയാറുണ്ട്. ഉടനെ അമ്മ ഓടി വന്ന് സമാധാനിപ്പിക്കും. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞായ ആ മീരയ്ക്ക് തോന്നിയ ഭക്തി, കൃഷ്ണനോടുള്ള ആ ഭക്തി, അതാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഈ നിലയിലേക്ക് നമ്മൾ എത്തണം, ഭക്തിയെ. അപ്പോഴാണ് കൃഷ്ണനെ പ്രണയിക്കുവാനുള്ള യോഗ്യത നമ്മൾക്കുണ്ടാകും. അല്ലാതെ നമ്മൾ നാമം ജപിച്ചത് കൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ഭക്തരാണെന്ന്. ഈ കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ഭക്തിയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും മീരമാരായിത്തീരണം. ഇത് കേൾക്കുമ്പോൾ മീരയുടെ അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ മകളുടെ ഭക്തി, അമ്മയ്ക്ക് അതിനുള്ള ഭാഗ്യമില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മീരയെ എടുത്ത് ചുംബിക്കുകയാണ് ആ അമ്മ. അങ്ങനെ ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് ഒരു സന്യാസി കയറി വരികയാണ്. മീര ആദ്യം കണ്ടത് ആ സന്യാസിയുടെ കയ്യിൽ അതിമനോഹരമായ കൃഷ്ണന്റെ പ്രതിമയാണ്. ആ പ്രതിമയെ സന്യാസി പൂജിക്കുകയും അതിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് മന്ത്രം ചൊല്ലുകയും ആ പ്രതിമയുടെ മുന്നിൽ നിന്ന് നൃത്തം ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ മീരയ്ക്ക് ആസക്തി തോന്നി ആ പ്രതിമയോട്. അപ്പോൾ ആ കൊച്ചുകുട്ടി സന്യാസിയോട് ചോദിച്ചു, എനിക്ക് ആ പ്രതിമയെ തരുമോ? സന്യാസി പറഞ്ഞു, ഞാൻ ഒരിക്കലും തരില്ല. മീര അതിനു വേണ്ടി ശാഠ്യം പിടിച്ചു. തൻ്റെ അച്ഛൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛാ, എനിക്ക് ആ പ്രതിമ വേണം. അദ്ദേഹം മോളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി ആ സന്യാസിയോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ നൽകാം, ആ പ്രതിമയെ തൻ്റെ കുഞ്ഞിന് കൊടുക്കൂ. സന്യാസി ആ പ്രതിമയെ കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസം നിൽക്കുന്നത് പോലെ നിലയ്ക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അപ്പൊ വല്ലാത്ത ഒരു വിറയൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആരോ ഉള്ളിൽ നിന്ന് പറയുന്നത് പോലെ തോന്നി, ആ പ്രതിമയെ പിടിവിടൂ എന്ന് ഒരു അശരീരി പോലെ തൻ്റെ ഉള്ളിൽ നിന്നും ഉണർന്നു വന്നു. ആ സമയത്ത് സന്യാസി ആ പ്രതിമയെ മീരയ്ക്ക് കൊടുത്തു. അപ്പോൾ സന്യാസി പറഞ്ഞു, ഒരു അസാമാന്യ കഴിവുള്ള കൃഷ്ണകൃപയുള്ള കുഞ്ഞാണിവൾ. മീരയ്ക്ക് കൃഷ്ണനെ പൂജിക്കാനുള്ള പൂജാവിധികളൊക്കെ സന്യാസി പറഞ്ഞു കൊടുത്തു. അതിൻ്റെ മുന്നിൽ നിന്ന് നൃത്തം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു. ആ നിമിഷം തൊട്ട് മീര നൃത്തം ചവിട്ടാൻ പഠിച്ചു. പിന്നെ ആ പ്രതിമയിൽ കൂടി 5 വയസ്സുള്ള കുഞ്ഞിനെ ഒരു ഭാര്യയുടെ സകല പ്രണയവും അനുഭവിക്കുവാൻ മീരയ്ക്ക് ആ പ്രതിമയിൽ കൂടി സാധിച്ചു.
5-ാം വയസ്സിൽ സകല കലകളും സ്വായത്തമാക്കിയെടുത്തു. 6 വയസ്സായപ്പോഴാണ് മീരയ്ക്ക് ഒരു ദുഃഖം വീണ്ടും ഉണ്ടാകുന്നത്. തൻ്റെ അമ്മയ്ക്ക് അസുഖം വന്നു. ആ അസുഖത്തിൽ നിന്നും വിമുക്തയാകാതെ മീര വല്ലാതെ തകർന്നുപോയി. ഒടുവിൽ ആ അമ്മ മീരയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, അമ്മ പോയാലും അമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോൾക്ക് നിന്റെ ഈ ഗിരിധരധാരി ചെയ്തു തരും. നിനക്കെന്നും നിന്റെ കൂട്ടായിട്ടിരിക്കും ഈ ഗിരിധരധാരി. അത് പറഞ്ഞ് അവരുടെ കണ്ണുകൾ അടയുകയും ചെയ്തു. ആ സമയത്ത് ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു, ഗോവിന്ദ ഗോവിന്ദ, എൻ്റെ ഗിരിധരധാരി എന്ന് പറഞ്ഞ് മീര. കടുത്ത പനി ഉണ്ടായി. കൊട്ടാര വൈദ്യന്മാർ വന്നു, മരുന്നുകൾ നൽകി, നെറ്റിയിൽ തുണി നനച്ചു കൊടുത്തു. രാത്രിയിൽ പിതാവിൻ്റെ കൂടെയാണ് മീര കിടക്കുന്നത്. ആ രാത്രിയിൽ ഗോവിന്ദ എന്നുറക്കെ വിളിച്ചുകൊണ്ട് കരഞ്ഞു. ഭഗവാൻ അവളുടെ അടുക്കൽ ഓടിയെത്തി. മീര എന്ന് വിളിച്ചുകൊണ്ടല്ല ഭഗവാൻ വന്നത്, രാധേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഭഗവാൻ അടുക്കലേക്ക് വന്നത്. ഭഗവാന്റെ കൈകൾ മീരയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ആ മീരയുടെ നെറ്റിയിൽ ഭഗവാൻ ചുംബിച്ചു. അങ്ങനെ മീരയുടെ പനിയെല്ലാം മാറി. പിറ്റേ ദിവസം അച്ഛനോട് തലേ ദിവസം കണ്ട കാഴ്ചകളെക്കുറിച്ചെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അച്ഛന് അതിശയം തോന്നി മോളുടെ ഈ വാക്കുകൾ എല്ലാം കേട്ടപ്പോൾ. ആ സമയത്ത് ആണ് വീണ്ടും ഒരു ദുഃഖത്തിൻ്റെ നിഴല് ഓടിയെത്തുന്നത്. ഒരു രാത്രിയിൽ തൻ്റെ നെഞ്ചിൽ മീരയെ കിടത്തി ആ മുടിയിഴകൾ തലോടിക്കൊണ്ട് തൻ്റെ പിതാവ് തൻ്റെ മകളെ സൂക്ഷിച്ചു നോക്കിയിട്ട് മീരയെ ചുംബിച്ചു. അപ്പോൾ മീര ചോദിച്ചു, എന്താ പിതാവേ, അങ്ങ് കരയുകയാണോ? ഇല്ല മോളെ, പിതാവ് നാളെ ഒരു യുദ്ധത്തിന് പോകുകയാണ്. അക്ബർ ചക്രവർത്തി നമ്മുടെ രാജ്യത്തിലേക്ക് പട നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. ആ അതിർത്തിയിലേക്ക് അച്ഛനും സൈന്യവും നാളെ പോകുകയാണ്. അച്ഛൻ തിരിച്ചു വരുന്നിടം വരെയും മോള് മുത്തച്ഛൻ പറയുന്നത് കേട്ടനുസരിക്കണം. അച്ഛന് വാക്കുകൊടുത്തു, അതേപടി സ്വീകരിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പോയപ്പോൾ തൊട്ട് ആ പ്രതിമയുടെ മുന്നിലിരുന്ന് അച്ഛൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു മകൾ. പക്ഷേ തിരിച്ചു വന്നത് വെറും ജഡമായിട്ടാണ്. വളരെ ദുഃഖത്തോടെ ആണ് മീരയോട് തൻ്റെ മുത്തച്ഛൻ തൻ്റെ പിതാവിൻ്റെ വാർത്ത അറിയിപ്പിക്കുന്നത്. പൊട്ടിക്കരഞ്ഞവൾ ആ മൃതദേഹത്തിന് മുന്നിൽ എൻ്റെ അച്ഛനെ രക്ഷിച്ചില്ലല്ലോ എന്ന് ആർത്താർത്ത് കരഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ മീരയുടെ ദേഹം മുഴുവൻ ചുട്ടുപഴുത്ത് പനിയായി ആർത്താർത്ത് കരയുകയാണ് ഭഗവാനെ വിളിച്ചുകൊണ്ട്. എത്ര ദിവസമായി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു,
എന്നിട്ടും നീ എൻ്റെ പിതാവിനെ കൊണ്ടുപോയല്ലോ കൃഷ്ണ. നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, ഞാൻ എന്നും നിനക്ക് ആഹാരം തന്നിട്ടല്ലേ ആഹാരം കഴിക്കാറുള്ളൂ എന്നൊക്കെ പദം പറഞ്ഞ് ആ കുഞ്ഞ് കരഞ്ഞു. എൻ്റെ പൂജയിൽ എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ കണ്ണാ? ഇത് കേട്ട് ആ മുത്തച്ഛനും പ്രതിമയോട് ചോദിച്ചു, എന്താ ഭഗവാനെ, സ്നേഹിക്കുന്നവർക്ക് ദുഃഖം കൊടുക്കുകയാണോ? പണ്ട് രാധാറാണിയുടെ അമ്മയെയും കൊണ്ടുപോയില്ലേ, പക്ഷേ രാധാറാണിക്ക് സ്നേഹിക്കാൻ പിതാവിനെയെങ്കിലും കൊടുത്തില്ലേ? എൻ്റെ കുഞ്ഞിന് ആരുണ്ട്? നീ ആ പിതാവിനെയെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ എന്ന് മുത്തച്ഛൻ ഭഗവാനോട് ആ ഭഗവാന്റെ പ്രതിമയുടെ മുന്നിലിരുന്ന് പരിഭവപ്പെട്ടു. അന്ന് രാത്രിയിൽ മീര തൻ്റെ മുത്തച്ഛൻ്റെ കൂടെയാണ് കിടന്നിരുന്നത്. രാത്രി മുഴുവൻ ഗിരിധര ഗോപാല എന്ന് വിളിച്ച് കരയുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഓടിയെത്തി മീരയുടെ അരികിലിരുന്നു. ആ മുടിയിഴകൾ തഴുകിയിട്ട് പറഞ്ഞു, നീ മീരയല്ല, രാധയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. പലരുടെയും പ്രേമം വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ പ്രണയം അസ്തമിക്കുന്നതാണ് കാണുന്നത്. പ്രണയം എന്നും നിലനിൽക്കുന്നത് കാമുകീഭാവത്തിലാണ്. നീ രാധയാണെന്ന് നീ ഓർക്കണം. അങ്ങനെ മീരയെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ മീരയുടെ അടുക്കലെത്തി. നീ പുണ്യവതിയാണ് രാധേ. നിന്നേക്കാൾ വലുതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. നിന്റെ പാദങ്ങളൊന്ന് കാണുവാൻ വേണ്ടി ബ്രഹ്മാവ് പോലും 60,000 വർഷം തപസ് ചെയ്തു എന്ന് മീരയോട് പറയുകയാണ് ഭഗവാൻ. അങ്ങനെ വരുമ്പോൾ നിന്റെ മാതാപിതാക്കൾ നിന്നെ വിട്ടുപോയത് അവർക്ക് അല്പസമയം കാണാനുള്ള പുണ്യമേ അവർ ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ നിന്നെ വിട്ടുപോയത്. അപ്പൊ അവരുടെ പുണ്യം തീർന്നു. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവര് നിന്റെ മാതാപിതാക്കളാണെന്ന് നിനക്ക് വെറുമൊരു തോന്നലാണ്. നീ യഥാർത്ഥത്തിൽ എൻ്റെ രാധയാകുന്നു. ഇത്തരം ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്നോടുള്ള ആ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കുമോ രാധേ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. ഇതാണ് പറയുന്നത്, ഭഗവാൻ പറയുന്നത്, നമ്മൾ ആരുമായിട്ടും അധികം അമിതമായ സ്നേഹം ഒട്ടൽ ആർക്കും കൊടുക്കരുത്. എന്നാൽ നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. എപ്പോഴും നമ്മളുടെ മനസ്സിനെ നമ്മൾ ഭഗവാനിലേക്ക് തിരിച്ചു കൊണ്ടിരിക്കണം. ഇതാണ് ഭക്തമീരയിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു കൊടുത്ത വാക്കുകളാണ് ഉദ്ധരിക്കുവാൻ വേണ്ടി അവസാന നിമിഷത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാതാപിതാക്കൾ വിട്ടുപോയി എന്ന് പറഞ്ഞ് നമ്മൾ അലറിക്കരയുകയല്ല വേണ്ടത്. എത്രയോ ആളുകളുടെ മാതാപിതാക്കളായി നാം വന്ന് ജനിച്ചിട്ടുണ്ട്. അതിലൊരാൾ എപ്പോഴും നാം ഭഗവാനിൽ മാത്രം മനസ്സ് അർപ്പിച്ചുകൊണ്ട്
അവരുടെ ധർമ്മങ്ങളെ നാം ചെയ്തു കൊടുക്കുക, അത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭക്തിയും പ്രണയവും വഴിഞ്ഞൊഴുകുന്ന ആ മീരയുടെ പദങ്ങൾ ഇന്നും ആസ്വാദ്യകരങ്ങളാണ്. ഈശ്വരാരാധനയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും സ്വയം നാം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭൗതിക തടസ്സങ്ങളൊന്നും പ്രശ്നമല്ലെന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ചതാണ് മീര. ഭാരത ദർശനങ്ങളുടെ ശ്രേഷ്ഠമായ പ്രതീകമായി ജീവിച്ചു മരിച്ച വ്യക്തിയാണ് മീര. ഇത്രയും കേട്ട നല്ലവരായ ജനങ്ങൾക്ക് ജീവിതത്തെ സന്തോഷകരമാക്കാൻ സാധിക്കട്ടെ. ജീവിതം എപ്പോഴും സുഖദുഃഖങ്ങളുടെ സമ്മിശ്രമാണ് എന്ന് നാം മനസ്സിലാക്കുക. ആരോടും ഒട്ടലില്ലാതെ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് എന്നാൽ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് മീരയുടെ ഭക്തിയിലൂടെ നാം മനസ്സിലാക്കുക ഓരോരുത്തരും. ഹരി ഓം.